മിശിഹയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും ഈ പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. രാത്രികളുടെ രാത്രി എന്നാണ് പെസഹ രാത്രിയെ വിശേഷിപ്പിക്കാറ്. കാരണം ഇത് അന്ധകാരത്തിൻ്റെ അന്ത്യം കുറിച്ച രാത്രിയാണ്. ഇത് അടിമത്തത്തിൻ്റെ അവസാനം മാർക്ക് ചെയ്ത രാത്രിയാണ്. നമ്മളിന്ന് ആഘോഷിക്കുന്നത് സ്നേഹത്തിൻ്റെ പാരമ്യമാണ്. നമ്മളിന്ന് അനുസ്മരിക്കുന്നത് ശുശ്രൂഷയുടെ മാതൃകയാണ്. മോണ്ടി തേഴ്സ്ഡേ is a time to celebrate the love of God. Mondi, the word comes from the Latin word mountantum, which means command. We are celebrating today that commandment of God, the final commandment of God. Love one another as I have loved you. This is a commandment of love. And this love has to be experienced in the Holy Eucharist. And this command continues in the Holy Priesthood. I wish all of you all the blessings of this day, my young people. പെസഹ തിരുനാൾ അനുസ്മരിപ്പിക്കുന്നത് മനുഷ്യൻ്റെ രക്ഷയുടെ അനുഭവത്തെയാണ്. മനുഷ്യന് രക്ഷ നൽകുന്ന രണ്ട് അത്താഴങ്ങളെക്കുറിച്ചാണ് പെസഹ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ഒന്നാമത്തെ അത്താഴം നമ്മൾ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്. രണ്ടാമത്തെ അത്താഴം തീർച്ചയായിട്ടും ഈശോ സെഹിയോൻ മാളികയിൽ ശിഷ്യന്മാരോടൊപ്പം ആഘോഷിച്ച ആ അത്താഴമാണ്. രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മനുഷ്യൻ്റെ വിമോചനം. ഒന്ന് രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിമോചനമാണ് നൽകിയതെങ്കിൽ രണ്ടാമത്തെ അത്താഴം നൽകുന്നത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിമോചനമാണ്. The first dinner, that is in the Old Testament, the Passover, is pointing towards that political liberation that people of God experienced from Egypt. But then the New Testament Passover is pointing towards the ultimate liberation that we have experienced through the death of Christ from sin. പഴയ നിയമത്തിൻ്റെ പെസഹ നമുക്കറിയാം, ഇസ്രായേൽക്കാരുടെ വിമോചനത്തിൻ്റെ ഓർമ്മയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞ ജനത ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ഈ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. പ്രാർത്ഥിക്കുവാൻ പോലും അവസരമില്ലാതെ വിഷമിച്ചവർ തമ്പുരാനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ തമ്പുരാൻ ഉത്തരമരുളി മോശയിലൂടെ. മോശയും അഹ്റോനെയും നിയോഗിച്ച് പറഞ്ഞയക്കുകയാണ്, ഫറവോയോട് പറയുക, എൻ്റെ ജനത്തെ പ്രാർത്ഥിക്കുവാനായിട്ട് വിട്ടയക്കണം. എന്നാൽ ഫറവോയുടെ ഹൃദയം കഠിനമായിരുന്നു. ഇസ്രായേൽക്കാർക്ക് ഇത് അവരുടെ ആരാധിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ആ യുദ്ധത്തിൻ്റെ അവസാന ഭാഗമാണ്. എന്നാൽ ഫറവോയ്ക്ക് ഇത് ഇവർക്ക് ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് ഇവർ പരാതിപ്പെടുന്നതാണ് എന്ന ചിന്താഗതിയാണ്. മാത്രമല്ല, ഇവർ 3 ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ ആരുമില്ല. മനസ്സ് കഠിനമായ ഫറവോ അവരെ വിട്ടയക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുകയാണ്. വളരെ ശക്തമായ രീതിയിൽ ദൈവം വലിയ ഒരു ഇടപെടൽ അവിടെ നടത്തുകയാണ്. മോശയോട് പറഞ്ഞു, അഹ്റോൻ്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്ട് അത് സർപ്പമാക്കി അവരെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം, ഫറവോ തൻ്റെ ഇന്ദ്രജാലക്കാരെയും മാന്ത്രികരെയും വിളിച്ച് അവരുടെ 1000 വടികൾ സർപ്പമാക്കി കാണിച്ചു കൊടുത്തു. എന്നാൽ അഹ്റോൻ്റെ വടി ബാക്കി എല്ലാ സർപ്പങ്ങളെയും വിഴുങ്ങി. അഹ്റോൻ്റെ സർപ്പം ബാക്കി എല്ലാത്തിനെയും വിഴുങ്ങിയതായിട്ട് നമ്മൾ കാണുന്നു. വീണ്ടും നൈൽ നദിയിലെ വെള്ളം രക്തമായി മാറുന്നു. തവളകൾ പെരുകുന്നു, പേനുകൾ പെരുകുന്നു, ഈച്ചകൾ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, വ്രണങ്ങൾ വരുന്നു, കൽമഴ, വെട്ടുകിളി, അന്ധകാരം, ഇങ്ങനെ 10 മഹാമാരികൾ ദൈവം ഫറവോയ്ക്ക് മനസ്സിരിയാൻ വേണ്ടി അവസരം കൊടുത്തതാണ്. 10 മഹാമാരികൾ കൊടുത്തിട്ടും മനസ്സിരിയാത്ത ഫറവോയെ ദൈവം വളരെ
ശക്തമായ രീതിയിൽ ശിക്ഷിക്കുക. ഈജിപ്തുകാർക്ക് അവസാനമായിട്ട് കൊടുത്ത മഹാമാരിയാണ്, 11ാമത്തെ മഹാമാരിയാണ് ഈജിപ്തിലെ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ആദ്യ സന്താനങ്ങളെ എടുക്കുക എന്നത്. The first born of Egyptians will be taken away, will be killed. So that was the final punishment given to the Egyptians. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇസ്രായേൽക്കാർ ചെയ്യേണ്ടിരുന്നത് അവരുടെ വീടിൻ്റെ കട്ടിളപ്പടിയിൽ ആടിൻ്റെ രക്തം തളിക്കുക. If the angel of God sees the blood on the doorpost, it will pass over. So Pesach, pass over. ദൈവം കടന്നു പോകുന്നു. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽപുത്രന്മാരെ സംഹരിച്ച് കടന്നു പോകുന്ന ദൈവം ഇസ്രായേൽ മക്കളെ അവരിൽ നിന്ന് സംരക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പെസഹ കടന്നു പോകലാണ്. അതിൻ്റെ ഓർമ്മയായിട്ട് യഹൂദർ പെസഹ ആചരിച്ചു പോന്നു. യഹൂദരുടെ പെസഹായ്ക്ക്, അവരുടെ പെസഹ ആചരണത്തിന് 3 മാനങ്ങളുണ്ട്. There are 3 phases of the celebration of the Passover for the Jewish people. First of all, shedding the blood of the lamb, കുഞ്ഞാടിൻ്റെ രക്തം ചിന്തൽ. Secondly, they have to eat the flesh of the lamb, കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കണം. Third, a covenant that announces that Israelites are God's chosen people. തങ്ങൾ ദൈവത്തിന് സ്വീകാര്യമായ ജനമാണെന്ന് ഇസ്രായേൽക്കാർ ഏറ്റുപറയുന്ന ഒരു ഉടമ്പടി. ഈ 3 കാര്യങ്ങളാണ് യഹൂദരുടെ പെസഹ ആചരണത്തിലുണ്ടായിരുന്നത്. സോ പഴയ നിയമ പെസഹയുടെ സന്ദേശം ഇതാണ്: ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഫറവോ പല പ്രാവശ്യവും ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. മോശയോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം നീതിമാനാണ്, ഞങ്ങൾ തെറ്റുകാരാണ്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഈ മഹാമാരി ഞങ്ങളെ രക്ഷിക്കണം. മോശ പ്രാർത്ഥിച്ചു, മഹാമാരി മാറി. അപ്പോൾ ഫറവോ മനസ്സ് മാറി. ദൈവത്തെ കബളിപ്പിക്കുവാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു. ദൈവത്തെ കബളിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. 1. 2, തൻ്റെ ജനത്തിൻ്റെ യാതനയിൽ അവരോട് ചേർന്ന് നിൽക്കുന്നവനാണ് ദൈവം. ഇസ്രായേൽ മക്കൾ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവരോട് ചേർന്ന് നിന്നു, അവരെ രക്ഷിച്ചു. നമ്മുടെ യാതനയിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം ആണ് നമ്മുടെ ദൈവം. 3, ദൈവഹിതം നിറവേറ്റുന്നവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവർക്ക് ഉത്തരമരുളും. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, when you come to the New Testament, what is this Passover? എന്താണ് ഈ പെസഹ ആചരണം? തോമസ് അച്ഛൻ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞു, 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുക. 1, വാഷിംഗ് ഓഫ് ദ ഫീറ്റ് ഓഫ് ദ ഡിസൈപ്പിൾസ്, പാദം കഴുകുന്ന ഒരു വലിയ മാതൃക. 2, ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹോളി യൂക്കറിസ്റ്റ്, നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. 3, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹോളി പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം, ഇത് രണ്ടും അടങ്ങിയിരിക്കുന്നത് പാദം കഴുകുന്ന ആ മാതൃകയിലാണ്. വാഷിംഗ് ഓഫ് ദ ഫീറ്റ്. ഗുരു ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു. ഗുരുവിൻ്റെ പാദം ശിഷ്യന്മാരാണ് കഴുകുകയാണെങ്കിൽ കഴുകേണ്ടത്. അടിമയുടെ പണിയാണ്, ശിഷ്യന്മാർ പോലുമല്ല കഴുകേണ്ടത്. ഇനി അടിമയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, ഒരു ഭവനത്തിലാണെങ്കിൽ, ഒരു വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ് പാദം കഴുകേണ്ടത്. എന്ന് പറഞ്ഞാൽ പാദം കഴുകുന്നതിനും ഏറ്റവും ചെറിയവനാണ്. ശിഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ? ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച്, പീഡാസഹനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ശിഷ്യന്മാർ ചിന്തിച്ചുകൊണ്ടിരുന്നതും തർക്കിച്ചുകൊണ്ടിരുന്നതും തങ്ങളിൽ ആരാണ് വലിയവൻ എന്നാണ്. ഒരു പക്ഷേ ഈശോ കയറി വന്നപ്പോൾ ഈശോയുടെ പാദം കഴുകേണ്ടതായിരുന്നിരിക്കാം ഇതിലൊരാൾ. അവർ മത്സരിച്ച് പാദം കഴുകാനായിട്ട് മടി കാണിച്ചിരിക്കാം, ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈശോ ഒരു മാതൃക ഇവർ കാണിച്ചു കൊടുക്കുകയാണ്. താൻ തന്നെ തൻ്റെ കുപ്പായ മാറ്റിവെച്ച് അരിയിൽ കച്ച കെട്ടി താലത്തിൽ വെള്ളമെടുത്ത് ഇറങ്ങുകയാണ് ശിഷ്യന്മാരുടെ പാദം കഴുകുവാനായിട്ട്. വിനയത്തിൻ്റെ മാതൃക കാണിക്കുന്ന ഈശോ. ഇവിടെ ഈശോ കാണിക്കുന്നത് ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല. എന്താണ് ഈ പാദം കഴുകൽ? ഈ പാദം കഴുകൽ ദിവസവും നടക്കേണ്ട ഒരു സംഗതിയാണ്. അന്നോട് ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണ്. ഒന്ന് കുനിയുവാനായിട്ട് നമ്മൾ തയ്യാറായാൽ നമ്മുടെ പല പ്രശ്നങ്ങളും അവസാനിക്കും.
ഒന്ന് പാദം തൊടുവാനായിട്ട് നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അവിടെ തീരും. പാദം കഴുകുക എന്ന് പറഞ്ഞാൽ ദിവസവും എളിമപ്പെടുക എന്നതാണ് അർത്ഥം. We are called to serve, not to dominate. We are not here to rule over people. We are not here to fight and defeat. We are here to serve. The washing of the feet is pointing towards that reality. You and I, we are called to serve. It is in service the greatness is manifested. You know, Rabindranath Tagore, the first Nobel Prize winner from Asia for English literature, he wrote a beautiful poem, and it says like this: I slept and dreamt that life is joy. I awoke and realized that life is service. I went to work, lo and behold, I found service is joy. ഞാൻ സ്വപ്നം കണ്ടത് ജീവിതം മനോഹരമായി സുന്ദരമാണ്, സന്തോഷമാണെന്നാണ്. പക്ഷേ ഞാൻ എൻ്റെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പം മനസ്സിലാക്കി ജീവിതം ശുശ്രൂഷയാണ്. ഞാൻ ജോലിക്ക് പോയി ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ശുശ്രൂഷയാണ് സന്തോഷം. We are called to serve. We are called to serve one another in humility. The greatness of a person consists in the ability to humble himself. The more one is blessed, the more humble one should be, because all the blessings are coming from God. Acknowledge this reality and let us become servants to one another. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മളിന്ന് മൂന്നാമത്തെ വായനയിലും സുവിശേഷത്തിലും കേട്ടത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്. ഈശോ അപ്പം വർദ്ധിപ്പിച്ച് ശിഷ്യന്മാർ ജനത്തിന് കൊടുത്തതിന് ശേഷം വലിയൊരു ടീച്ചിങ് അവർക്ക് നൽകുകയാണ്. He said, I am the living bread that came down from heaven. കുറേ പേര് ഇത് കേട്ടപ്പോഴത്തേക്കും എന്താണ് ഇവൻ പറയുന്നത് മുറുകുറുക്കാൻ തുടങ്ങി. He went ahead. He went further. He said, you need to eat the flesh of the Son of God to have life in yourself. Then people ask, how can this man give his flesh for us to eat? Many of them left him at that time. നിങ്ങൾ ദൈവത്തിൻ്റെ എൻ്റെ മാംസം ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല എന്ന് പറഞ്ഞപ്പോൾ പലരും അവനെ വിട്ടുപോയി. എന്നാൽ ഈശോ തൻ്റെ ആ പഠിപ്പിക്കൽ തുടർന്നു. ആ പഠിപ്പിക്കൽ ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമാക്കുകയാണ്. പെസഹായുടെ ദിവസം ശിഷ്യന്മാർ ചുറ്റിലുമിരിക്കുന്ന ആ മേശയുടെ നടുവിൽ ഇരുന്നു കൊണ്ട് അപ്പമെടുത്ത് വാഴ്ത്തി ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരമാണ്. മാറ്റമില്ലാത്ത വചനമാണിത്. ആരൊക്കെ വിട്ടുപോയാലും ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും സത്യം ഇതാണ്, ഇത് എൻ്റെ ശരീരമാണ്, ദൈവത്തിൻ്റെ വചനമാണിത്. സൃഷ്ടി നടത്തിയ വചനം പറയുന്നു, ദിസ് ഈസ് മൈ ബോഡി, ആൻഡ് ദാറ്റ് വേർഡ് ഹാഡ് ദ ട്രാൻസ്ഫോമിംഗ് പവർ ടു ചേഞ്ച് ദിസ് ബ്രെഡ് ഇൻ ടു ഹിസ് ബോഡി. ആൻഡ് ലൈക്ക്വൈസ് ഹി ടുക്ക് ദ കപ്പ് ഫിൽഡ് വിത്ത് വൈൻ. പിതാവിനെ മഹത്വപ്പെടുത്തി പാനമാത്രം എടുത്തിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ്. ദിസ് ഈസ് ദ കപ്പ് ദാറ്റ് വിൽ ബി poured ഔട്ട് ഫോർ യു ഫോർ ദ forgiveness ഓഫ് സിൻസ്. ദൈവവചനമാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. വലിയ ഒരു അത്ഭുതം, മഹാത്ഭുതം ദൈവം നടത്തുകയാണ്. എന്നും മനുഷ്യ മക്കളുടെ ഹൃദയത്തിൽ കൂടാരമടിച്ച് വസിക്കുവാനായിട്ട് ദൈവപുത്രൻ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുകയാണ് ഇവിടെ. ഗോതമ്പപ്പത്തെ തൻ്റെ ശരീരമാക്കി മാറ്റിക്കൊണ്ട്, മുന്തിരിച്ചാറിനെ തൻ്റെ രക്തമാക്കി മാറ്റിക്കൊണ്ട്. This is a big, great love. Fulton Sheen says, the greatest love affair the world has ever seen is contained in this tiny wafer of bread. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹബന്ധം ഇവിടെയാണ്, ഈ ഓസ്തിയിലാണ് അടങ്ങിയിരിക്കുന്നത്. The greatest love affair the world has ever seen is contained in this white host. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യക്തമായ പ്രകടനമാണ്. Holy Eucharist, the Catholic Church teaches us, is a summit and summary of our life. It is the summary of our life because we are called to become Eucharist. We are called to be broken for one another. മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെടുക നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. When you share yourself with others,
when you give of yourself to others, then your life becomes meaningful. ഇത് പൗരോഹിത്യത്തിൻ്റെ തിരുനാളാണ്. ആരാണ് പുരോഹിതൻ? പുരോഹിതന് പറയുന്ന മറ്റൊരു പേരാണ് അഭിഷിക്തൻ. ദി അനോയിൻറ്റഡ് വൺ. ഹു ഈസ് ദി അനോയിൻറ്റഡ് വൺ? വാട്ട് ഈസ് അനോയിൻറ്റിങ്? Anointing is furnishing somebody with equipment. When a king is anointed, he is furnished with necessary equipment to rule that nation. When a priest is anointed, he is furnished with equipment, that is the Holy Spirit, to serve others. അഭിഷിക്തൻ, അഭിഷേകം ദൈവത്തിൻ്റെതാണ്. അഭിഷേകം ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ പുരോഹിതനും അഭിഷിക്തനാണെങ്കിൽ ഓരോ പുരോഹിതനെയും അഭിഷേകം ചെയ്തിരിക്കുന്നത് ദൈവമാണ്. പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ്. പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ജീവൻ തന്നെയാണ്. മെൽക്കിസെദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും നീ പുരോഹിതനായിരിക്കും. ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ വലിയ യേശുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ. ഒരു പുരോഹിതൻ അവൻ്റെ സ്വന്തമല്ല. ഒരു പുരോഹിതൻ അവൻ്റേതല്ല, മറിച്ച് അവൻ ദൈവത്തിൻ്റെതാണ്. ജനത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവനാണ്. തിരുവോസ്തി രൂപനായ ഈശോയെ നിങ്ങൾക്ക് വിളമ്പിത്തരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. നിങ്ങളിന്ന് വീടുകളിലിരുന്ന് ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വിഷമമുണ്ടായിരിക്കും. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം. ഇന്ന് നിങ്ങൾക്ക് ഉള്ള വിഷമത്തിൻ്റെ 100 ഇരട്ടി വിഷമം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഈശോയെ എത്തിച്ചു തരാൻ കഴിയാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് ഇന്നുണ്ട്. ഇന്ന് പെസഹ ആയിട്ട് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇന്ന് ഈ അൾത്താരയിൽ ഞങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. ഈ അൾത്താരയ്ക്ക് ചുറ്റും നിങ്ങളുണ്ട്. നിങ്ങളെ ഇവിടെ ചേർത്ത് വെച്ചാണ് ഞങ്ങൾ ഈ ബലിയർപ്പിക്കുക. നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഇവിടെ തമ്പുരാന് മുമ്പിൽ സമർപ്പിക്കാൻ ഞങ്ങളിവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പുരോഹിതന്മാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ നിങ്ങളുടെ പുരോഹിതന്മാരുണ്ട്. നിങ്ങളവരെ സ്നേഹിക്കണം. നിങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അറിയാം, ഇടർച്ചകളും തളർച്ചകളുമൊക്കെയുള്ള അവസരങ്ങളുണ്ട്. സംഭവങ്ങൾ ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം. എങ്കിലും ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങപ്പുറപ്പെട്ടവരാണ് പുരോഹിതന്മാർ. നിങ്ങൾക്ക് വേണ്ടി ഈശോയെ എത്തിച്ചു തരുവാനായിട്ട്, അവിടുത്തെ ശരീരം പങ്കുവെച്ചു തരുവാനായിട്ട് ജീവൻ ബലികഴിക്കുന്നവരാണ് പുരോഹിതന്മാർ. അവരെ നിങ്ങൾ സ്നേഹിക്കണം. വിമർശിക്കാൻ, കുറ്റപ്പെടുത്താനൊക്കെ എളുപ്പമാണ്. തെറ്റുകളും കുറ്റങ്ങളും ഇല്ല എന്നല്ല. ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നിങ്ങളെപ്പോലെയുള്ള ബലഹീനരായിട്ടുള്ള മനുഷ്യരാണ് ഓരോ പുരോഹിതനും. വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായേക്കാം. അവിടെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം മുട്ടുകുത്തുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ജനത്തിൻ്റെ മതിലാണ് പുരോഹിതൻ. ഈ മതിൽ തകർത്താൽ ജനത്തെ ആക്രമിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഞങ്ങളെ ആക്രമിക്കും, ഞങ്ങളെ കീഴ്പ്പെടുത്താൻ നോക്കും. ഞങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. പൗരോഹിത്യത്തെ നിങ്ങൾ മാനിക്കുക. പുരോഹിതന്മാരെ നിങ്ങൾ ബഹുമാനിക്കുക, സ്നേഹിക്കുക. കാരണം പൗരോഹിത്യം ഈശോയുടെ തുടർച്ചയാണ്. പൗരോഹിത്യം യേശുവിൻ്റെ സ്വന്തമാണ്. പുരോഹിതനും ഈശോയുടെ സ്വന്തമാണ്. നമുക്കവരെ സ്നേഹിക്കാം, ശക്തിപ്പെടുത്താം നമ്മുടെ പ്രാർത്ഥനയിലൂടെ. I wish all of you, my brothers and sisters, all the blessings on this day of priesthood. You pray for our priest. Pray for all the priests all over the world today. We need to love our priest. Your priests are for you. We are here for you. We are taking you here, and we are taking you here in this chalice that we raise here.
and we offer your prayers here with you. So on this beautiful day, on this Holy Thursday, let us cultivate a passionate love for Jesus. Let us have a passionate love for Jesus, and let us have a compassionate heart for others. A passionate love for Jesus and a compassionate heart for other people. Let us grow in our devotion to the Blessed Sacrament, the Holy Eucharist. Let us adore Jesus, who is truly present in the Holy Eucharist. Let us become Eucharist. And let us be in Eucharist, let us be broken for one another. Let's find joy in service. And let's find greatness in humility.